എടാ സ്വാമി, ഓ നിന്റെ പാപ്പന് എന്തെങ്കിലും പൈസ തന്നില്ലടാ? വന്നിട്ടില്ലടാ, വരുമ്പോ തരാം. സുഗുണേട്ടാ ഇരി നോക്കട്ടെ. ഓ അമ്മേ, സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നാണ്. പട്ടാളക്കാരനാണ് ട്ടാ. എവിടെയാണ് മോന്റെ വീട്? ഇളംകുന്നപ്പുഴ. ആ മോനോട് ഇരിക്കട്ടെ, ഞാനിന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ? അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെട്ടിലാമ്പട്ടറ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. അവനും മീൻ കച്ചവടമായിരുന്നു. അവനിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി. വേണമെങ്കിൽ നമുക്കത് നോക്കാം. നമുക്ക് നോക്കാം സൂണേട്ടാ. എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? മീൻ കച്ചവടം. മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോണം. ദൈവമേ, ഇവന്മാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി. ഇന്ന് ഞാൻ കാണിച്ചു തരാം. എടാ സ്വാമി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്ന് എന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ള. കള്ളച്ചോറ് ഇന്ന് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടായിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ് ചെയ്തെങ്കിൽ ഇപ്പൊ ചീക്ക വയറ് കുറഞ്ഞേന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വല്ലതുണ്ട കയ്യില്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു. സ്വയത്തിൽ കുറച്ച് വെള്ളം കുറിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖനേട്ടാ. മോൻ പോയണാ? അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല മോനെ, മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. ദേ തല വരെ നരച്ച്. ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സൂണേട്ടനറിയാം. അമ്മ ഒന്ന് പോയമ്മേ. ഇവനിതെങ്ങനെ മനസ്സിലായി? ഒളിപ്പിച്ച് വെച്ചേക്കല്ലോ. എന്താണ് ശശിയായില്ലേ? പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചുമായി നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ? ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. നിങ്ങളെ ചെമ്മീൻ കെട്ടിലെ വെള്ളടി ഉണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളട്ടെ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കി കൊണ്ടുപോകും. ഒന്ന് പോകും സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അടിയുള്ളൂ വയ്ക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ട് നിന്നൂടെ? റോഡിലൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ. നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും. ബോസ് ഇതാരപ്പോ പുറത്തേക്ക് പോയത്? നമ്മുടെ ഏജന്റ് 010. 00 മിഡിൽ 1. അയ്യേ, അയാളാ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനം നടത്തുന്ന ആളല്ലേ? അതെ, പക്ഷെ നമ്മുടെ ഏജന്റ് കൂടിയാണ്. അയ്യേ ബോസെ, കഷ്ടം. നമ്മുടെ CD ഏജന്റ് നെറ്റ്വർക്ക് കണ്ടില്ലേ? സുഖകരമായ കേസ് അന്വേഷണത്തിന് ചില ഊള വഴികൾ ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബോസ് പറ. ഇന്നു മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും. ഏത് ഈ കുട്ടിയോ? നല്ല കുട്ടിയാണല്ലോ. ഈ കുട്ടി ആ കുട്ടിയല്ല. ഈ കുട്ടി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഓക്കെ മൈ ബോയ്? ഓക്കെ കൊള്ളാം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. എന്തുട്ടി കാണിക്കണ? നല്ല സൂപ്പർ കൈയായിരുന്നു. മെസ്സി ജോക്കറാണോ? വീട്ടിട്ടൊറക്ക എടാ നീ ആ ചീട്ടിട്ട് കൊടുത്തേ.
കിരീടം. എന്തുട്ടത് പറഞ്ഞിട്ടുണ്ട് ഈ മാസം സാധനം കോളനി വരല്ലെന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ഡാ നീ ആരാ? രാജാവോ? അല്ലേ നീ പോയിക്കടാ, ഈ ചെക്കനെ കളി തോറ്റേണ്ട സൂക്കടാ. അത് ശരി. നീ ഏതടാ? നിന്നിവിടെ കണ്ടല്ല. അളിയാ നമ്മളിവിടെ തന്നെ ഉള്ളവരാ. അതിന് ഞാൻ നിന്നെ പേടിക്കണ. ഒന്ന് പോട്ടേടാ മെസ്സി. നീ ജയിലിൽ കിടന്നുണ്ടോടാ? ജാങ്കോ വിട്ടേക്ക്. നീ എന്തിനാ ഈ പിള്ളേരായിട്ട് തോട്ടിയിരുന്നേ? ഓണർക്കാ ജാങ്കോ വിട്, സീനാവും. എന്താടാ ഷോപ്പ് ഇന്നും തുടങ്ങിയ? ആരുടേത്? അവനോടെ കണ്ടിട്ടില്ലല്ലോ. എടാ അനിലിന്റെ പുതിയ കമ്പനിക്കാരനാ ജാങ്കോ. ഒടുക്കത്തെ കൊട്ടേഷൻ ടീമാ. ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്താടത് ഇന്ന് നീ തോറ്റ? എന്താടത്? അയ്യേ ഏ രാജാ രാജാതി രാജനക്ക് രാജാ രാജാതി രാജനക്ക് രാജാ ഏ രാജാ രാജാതി കിരീടമില്ലാത്ത രാജകുമാരൻ. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്. എന്താ വണ്ടി നിർത്താൻ? ആരത്? എന്റെ അമ്മയുടെ മോളാ, ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ്. നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രേറ്റ് പോയാൽ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ ഈ പെൺപിള്ളേരെ പിന്നാലെ? മാർട്ടി, നിനക്ക് എന്നെ ഇഷ്ടാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവം കൊച്ചാടാ. അത് നല്ല ഈട്ടിട്ടുമ്പോ പഠിക്കും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ എന്താ ഇങ്ങനെ? കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 3, 4, 2, 1. ഹായ് ഡ്യൂഡ്. എന്തോ താനെന്താ ഇവിടെ? എനിക്കിന്ന് ഇവിടെ അല്ലേ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടി? മറ്റേ അന്വേഷണം ചെയ്യാൻ വന്നാണ്. ഏതാ? ഡ്യൂട്ടിന്റെ ഫ്രണ്ടാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഹലോ, താൻ ഇങ്ങോട്ട് വന്നേ, താൻ ഇങ്ങോട്ട് വന്നേ. ഈ കേസിന്റെ എക്സ്ക്യൂസ് മീ, ആ ഫോൺ ഒന്ന് തരുമോ? ഒരു കോൾ ചെയ്യാനാ. താങ്ക് യു. കേക്ക് ഡ്യൂടെ. ഞാൻ പറഞ്ഞ ആ കേസിലെ പെണ്ണാണ് ഈ പെണ്ണ്. യോ കോള് കിട്ടുന്നില്ല. 3 മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് ഡ്യൂടെ. ഇനി കുളിച്ച് എനിക്ക് പനി വരും, അതുകൊണ്ടല്ലേ. ഇതെന്ത് സംഭവം? ഇവരൊക്കെ ഏതടാ? ഓട്ടോ പോട്ടെ. പോവാണോ? എടാ പോട്ടേന്ന്. നിനക്ക് നാണാവില്ല ഈ അമ്മായിമാരെ പിന്നാലെ നടക്കാൻ? ആ ഒരു സ്ത്രീയായിട്ട് അവരുടെ ജോലിയിൽ ആ ചില മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും. മനസ്സിലായോ? നീ വണ്ടി എടുക്ക്, നീ പിന്നാലോട് വേഗോട്ടെ. പോട്ടെ പോട്ടെ. ആരത്? ആരെങ്കിലും ഉണ്ടോടാ ചോദിക്കാൻ? കുറച്ച് നാളായി കൈകാലൊക്കെ ഒന്ന് നനക്കട്ടെ. വെറുതെ എന്ത് രസല്ലേ? അതെ വരണ. എന്തേ വാസേട്ടൻ പറഞ്ഞ പ്രശ്നാടാ. എന്നും ചേച്ചിനെ തല്ലുക. ആരെന്ന്? ചേച്ചീന്. എൻ്റെ ഒരു ചേച്ചി. വാടാ പോയി നോക്കാം. ഞാനെങ്ങൂല. വാടാ ചാർലി. ഞാനില്ല ഒന്നേ. വാന്ന്. നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാ? ഞാനും വരും. പിള്ളേരെ പിടുത്തക്കാരൻ കേട്ടാ. നീ വാടർക്ക.